ആമസോൺ കാടുകളുടെ നിഗൂഢ നിറഞ്ഞ ലോകത്തേക്ക് ഒരു സാഹസിക യാത്ര പോയാലോ? ലക്ഷക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന ഈ വന്യലോകം 9ഓളം രാജ്യങ്ങളിലെയാണ് വ്യാപിച്ചു കിടക്കുന്നത്. നമ്മുടെ ഭൂമിക്ക് ആവശ്യമായ പ്രാണവായുവിന്റെ വലിയൊരു പങ്കും സമ്മാനിക്കുന്നത് ഈ നിബിഡ വനങ്ങളാണ്. എന്നാൽ പച്ചപ്പ് നിറഞ്ഞ ഈ കാടിനുള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ അന്തരീക്ഷം പാടെ മാറുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. വന്യജീവികളുടെ വിചിത്രമായ ശബ്ദങ്ങളും പ്രാണികളുടെ ഞരക്കങ്ങളും കൊണ്ട് മുഖരിതമാണ് ഈ പ്രദേശം. വഴിയിലുടനീളം പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്നത് കൗതുകം ഉണർത്തുന്ന നിരവധി കാഴ്ചകളാണ്. അതിലൊന്നാണ് 20 സെന്റിമീറ്ററോളം ചിറകുള്ള നീലനിറത്തിൽ തിളങ്ങുന്ന ചിത്രശലഭങ്ങൾ. അവയോടൊപ്പം തന്നെ കൂട്ടമായി കൃത്യമായ വരിതെറ്റിക്കാതെ ഇലകഷ്ണങ്ങളും ചുമന്ന് നീങ്ങുന്ന ഉറുമ്പുകളുടെ വലിയൊരു നിരയും ഇവിടെ കാണാം. മരച്ചില്ലകളിൽ ഒളിച്ചിരുന്ന് മിന്നൽ വേഗത്തിൽ ഇരപിടിക്കുന്ന വേട്ടക്കാരായ പ്രാണികളും ഈ വനത്തിൽ ധാരാളമുണ്ട്. വനത്തിനുള്ളിലേക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങുന്തോറും അപകടങ്ങളുടെ വ്യാപ്തിയും വർദ്ധിച്ചു വരുന്നു. കറുപ്പും ഓറഞ്ചും കലർന്ന നിറമുള്ള ചില ചെറിയ പ്രാണികൾ നിലത്തുണ്ടാകാം. ഇവയുടെ കടിയേറ്റാൽ തോക്കിൽ നിന്ന് വെടിയുണ്ടേറ്റതുപോലെയുള്ള കഠിനമായ വേദനയാണ് അനുഭവപ്പെടുക. ഈ വന്യവേദന ഒരു ദിവസം മുഴുവൻ നീണ്ടു നിന്നേക്കാം. അതുപോലെ തന്നെ മരങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വർണ്ണാഭയമായ കുഞ്ഞു തവളകളെ കണ്ടാൽ ഒരിക്കലും തൊട്ടുപോകരുത്. നീലയും മഞ്ഞയും ചുവപ്പും കലർന്ന ഇവയുടെ ആകർഷകമായ നിറങ്ങൾ യഥാർത്ഥത്തിൽ ശത്രുക്കൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. മുതിർന്ന നിരവധി മനുഷ്യരെ ഒരേ സമയം ഇല്ലാതാക്കാൻ ശേഷിയുള്ള അത്രയും മാരകമായ വിഷമാണ് ഈ കൊച്ചു തവളകൾ ഉള്ളിൽ ചുമക്കുന്നത്. എന്നാൽ ഇതേ കാടുകളിൽ അതിമനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന പക്ഷികളുമുണ്ട്. ചുവപ്പും നീലയും മഞ്ഞയും കലർന്ന വർണ്ണപ്പകിട്ടാർന്ന തത്തകളും ശരീരത്തേക്കാൾ വലിയ ചുണ്ടുകളുള്ള വിചിത്ര പക്ഷികളും മരപ്പൊത്തുകളിൽ ജീവിക്കുന്നു. ഇവർ തങ്ങളുടെ പങ്കാളികളോട് അതിജീവനാന്തം വിശ്വസ്തത പുലർത്തുന്നവരാണ്. മരങ്ങളുടെ മുകളിലേക്ക് നോക്കിയാൽ ലോകത്തിലെ തന്നെ ഏറ്റവും മന്ദഗതിക്കാരായ സസ്തനികളെ കാണാം. ദിവസത്തിൽ ഭൂരിഭാഗം സമയം ഉറങ്ങിത്തീർക്കുന്ന ഇവയുടെ രോമങ്ങൾക്കിടയിൽ പായലുകൾ വളരുന്നതുകൊണ്ട് ഇലകൾക്കിടയിൽ ഒളിച്ചിരിക്കാൻ ഇവയ്ക്ക് എളുപ്പമാണ്. കാടിന്റെ മുകൾ തട്ടിലാണ് ഇവിടുത്തെ ഭൂരിഭാഗം ജീവജാലങ്ങളും വസിക്കുന്നത്. 30 മീറ്ററോളം ഉയരമുള്ള മരക്കൊമ്പുകളിൽ ഇലകളുടെ ഒരു വലിയ സാമ്രാജ്യം തന്നെയുണ്ട്. പച്ച നിറമുള്ള പാമ്പുകൾ ഇലകൾക്കിടയിൽ അദൃശ്യരായിരുന്ന് രാത്രികാലങ്ങളിൽ പക്ഷികളെയും മറ്റും വേട്ടയാടുന്നു. ഇവിടുത്തെ ആകാശത്തിലെ പരമോന്നത വേട്ടക്കാരനാണ് ഭീകരമായ കഴുകന്മാർ. കരടിയുടേക്കാൾ വലിയ നഖങ്ങളുള്ള ഇവയ്ക്ക് കിലോമീറ്ററുകൾ അകലെയുള്ള ഇരകളെ പോലും കൃത്യമായി ദൃശ്യമാകും. സൂര്യപ്രകാശം വളരെ കുറച്ചു മാത്രം പതിക്കുന്ന കാടിന്റെ ഉൾഭാഗങ്ങളിൽ വെളിച്ചത്തിനായി മത്സരിക്കുന്ന വലിയ ഇലകളുള്ള സസ്യങ്ങളാണ് വളരുന്നത്. അവിടെയാണ് ആമസോണിലെ അജയനായ വേട്ടക്കാരൻ പതുങ്ങിയിരിക്കുന്നത്. ശക്തമായ താടിയെല്ലുകളുള്ള ഇവ നീന്തുന്നതിലും മരത്തിൽ കയറുന്നതിലും ഒരുപോലെ മിടുക്കരാണ്. രാത്രികാലങ്ങളിലാണ് ഇവ പ്രധാനമായും വേട്ടയ്ക്കിറങ്ങുന്നത്. 25 വർഷത്തോളം ആയുസുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചിലന്തി വർഗങ്ങളെയും ഈ വനത്തിൽ കാണാം. സാധാരണയായി എലികളെയും പാമ്പുകളെയും വവ്വാലുകളെയും ഭക്ഷണമാക്കുന്ന ഇവയെ ഭയപ്പെടുത്തിയാൽ ശരീരഭാഗങ്ങൾ തമ്മിൽ ഉരസി ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കുകയും ശരീരത്തിൽ നിന്നും മാരകമായ രോമങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യും. രാത്രിയാകുന്നതോടെ ആമസോൺ കൂടുകൾ ഭയാനകമായി മാറുന്നു. പകൽ സമയങ്ങളിൽ വിശ്രമിക്കുന്ന വന്യജീവികളെല്ലാം ഇരുളിന്റെ മറവിൽ വേട്ടക്കായി പുറത്തിറങ്ങും. പടുകൂറ്റൻ മരങ്ങളുടെ വേരുകൾക്കിടയിൽ താൽക്കാലികമായി അഭയം കണ്ടെത്തേണ്ടി വരുന്നത് അതീവ അപകടകരമാണ്. വനത്തിലെ രാത്രികാലങ്ങളിലെ പോരായ്മയും ചതുപ്പുകളും യാത്രയെ കൂടുതൽ ദുഷ്കരമാക്കുന്നു. നേരം പുലരുമ്പോൾ ഫോറസ്റ്റ് ഫ്ലോർ എന്ന് വിളിക്കുന്ന കാടിന്റെ അടിത്തട്ടിൽ സൂര്യപ്രകാശം വെറും 2% മാത്രമാണ് എത്തുന്നത്. ഈർപ്പം നിറഞ്ഞ അന്തരീക്ഷമായതുകൊണ്ട് തന്നെ ചത്ത ജീവികളും സസ്യങ്ങളും വളരെ വേഗത്തിൽ ഇവിടെ അഴുകി മണ്ണോട് ചേരുന്നു. കൗതുകമുണർത്തുന്ന വിചിത്രമായ സസ്യങ്ങളും ഈ വനത്തിന്റെ പ്രത്യേകതയാണ്. വർഷങ്ങൾ കൊണ്ട് സൂര്യപ്രകാശം തേടി വേരുകൾ ഒരു ദിശയിലേക്ക് വളർത്തി സ്ഥാനം മാറുന്ന മരങ്ങളും ചില്ലകളില്ലാതെ സ്വന്തം തടിയിൽ തന്നെ പഴങ്ങൾ ഉണ്ടാക്കുന്ന വൃക്ഷങ്ങളും ഇവിടെയുണ്ട്. ചീഞ്ഞ മാംസത്തിന്റെ ഗന്ധം പുറപ്പെടുവിച്ച് ഈച്ചകളെ ആകർഷിക്കുന്ന ഇലകളോ വേരുകളോ ഇല്ലാത്ത ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പവും ഈ വനത്തിലാണ് വളരുന്നത്. എന്നാൽ ഈ യാത്രയിൽ ഏറ്റവും വലിയ വെല്ലുവിളി ഭീമാകാരമായ ആമസോൺ നദിയാണ്. കിലോമീറ്ററുകളോളം വീതിയുള്ള കുത്തി ഒഴുകുന്ന ഈ തവിട്ടു നിറത്തിലുള്ള നദിയിലൂടെ വേണം അക്കരെയെത്താൻ.
ജലത്തിനടിയിൽ എന്താണെന്ന് കാണാൻ സാധിക്കാത്തതാണ് ഏറ്റവും വലിയ ഭയം. ഇവിടുത്തെ ജലാശയങ്ങളിൽ 209 കിലോയോളം ഭാരമുള്ള ഭീമൻ ആനോക്കോണ്ടകളും മൂർച്ചയുള്ള പല്ലുകളുള്ള മാരകമായ പിരാന മത്സ്യങ്ങളും ഡൈനോസറുകളുടെ കാലം മുതൽക്കേ ഭൂമി ഭരിക്കുന്ന ഭീകരന്മാരായ മുതലകളും ഒളിച്ചിരിപ്പുണ്ട്. കാടിന്റെ ഉൾഭാഗങ്ങളിൽ മനുഷ്യവാസമില്ലാത്ത വന്യത വിഴുങ്ങിയ പുരാതന ഗ്രാമങ്ങളുടെ അവശിഷ്ടങ്ങൾ കാണാം. വള്ളിപ്പടർപ്പുകൾ നിറഞ്ഞ ഗുഹകൾക്കുള്ളിൽ 10,000-കണക്കിന് വവ്വാലുകൾ വസിക്കുന്നുണ്ട്. ഈ ഗുഹകളുടെ ഭിത്തികളിൽ 9,000-ഓളം വർഷം പഴക്കമുള്ള പുരാതന മനുഷ്യരുടെ കൈപ്പത്തുകളുടെ ചിത്രങ്ങളും അടയാളങ്ങളും കാണാൻ സാധിക്കും. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മൺപാത്രങ്ങളും പുരാതന സംസ്കാരത്തിന്റെ ആചാര വസ്തുക്കളും ഇവിടുത്തെ മണ്ണിൽ ഒളിഞ്ഞുകിടപ്പുണ്ട്. എന്നാൽ ഈ നിധികളെല്ലാം കാത്തു സൂക്ഷിക്കുന്നത് മാരകമായ വിഷമുള്ള 100 കണക്കിന് പാമ്പുകളുടെ വലിയൊരു കൂട്ടമാണ്. അവയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ജീവനും കയ്യിലെടുത്ത് ഓടേണ്ടി വരും. യഥാർത്ഥത്തിൽ ആമസോൺ നിധി എന്ന് പറയുന്നത് അവിടെ ഒളിച്ചിരിക്കുന്ന സ്വർണമോ വജ്രങ്ങളോ അല്ല, മറിച്ച് ഈ അതുല്യമായ ജീവിത വൈവിധ്യവും പുരാതന മരങ്ങളും അത്ഭുതകരമായ വന്യജീവികളും തന്നെയാണ്. ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.